ഇടുക്കി കാഞ്ചിയാറിലെ ഇരട്ടക്കൊലപാതകത്തിൽ തറകുഴിച്ചുള്ള പരിശോധനയിൽ വിജയന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇരുത്തിയ നിലയിൽ കുഴിച്ചുമൂടിയ നിലയിലാണ് മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും അവിടെ നിന്ന് കണ്ടെത്തി. ധരിച്ചിരിക്കുന്നത് മൂന്നായിട്ട് മടങ്ങി ഒരു ചെറിയ കുഴിയിൽ ഒരു കാർഡ്ബോർഡ് കൂടിനകത്ത് പാൻറ് ഷർട്ടും ധരിച്ചാണ് കാണപ്പെട്ടത് മൃതദേഹം. കാർഡ്ബോർഡ് കൂടിനകത്ത് സെല്ലോ ടോപ്പൊക്കെ ഒട്ടിച്ച് പാൻറ് ഷർട്ടും ധരിച്ചിട്ടുണ്ട്. പിന്നെ അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെടുന്നത്. രാവിലെ നടത്തിയ തെളിവെടുപ്പിനിടെ വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തിയിരുന്നു. 2023 വിജയനെ കൊലപ്പെടുത്തിയതാണ് മുഖ്യപ്രതി നിതീഷിന്റെ മൊഴി. രാഹുൽ വിജയൻ ചേർന്നു. രാഹുൽ, ഒരു മോഷണ കേസ് അത് എത്തി നിൽക്കുന്നത് ഇരട്ട കൊലപാതകത്തിന്റെ ദുരൂഹതയിലേക്ക്. ആ ദുരൂഹതകൾ ഓരോന്നായി അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ അറിയേണ്ട പ്രധാന കാരണം, ആദ്യം നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതിൽ പങ്കുള്ള ആളാണ് ഈ കൊല്ലപ്പെട്ട വയോധികൻ. ഈ വയോധികനെ കൊലപ്പെടുത്താൻ പ്രേരണയായത് എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സുഹൈൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീട്ടിൽ, കഞ്ചാറിലെ വീട്ടിൽ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ പോലീസ് പുറത്തെടുത്തിട്ടുണ്ട്. അസ്ഥികൂടവും അതുപോലെ തന്നെ തലയോട്ടിയും അതുപോലെ അയാൾ ധരിച്ചിരുന്ന പാൻറിന്റെ അവശിഷ്ടവും കുഴിക്കകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ അകത്ത് മൂന്നായി മടക്കിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇതെല്ലാം പുറത്തെടുത്തപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക നടപടി ഇവിടെ വെച്ചുണ്ടാകും. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കോ മൃതദേഹാവശിഷ്ടം കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതിൽ ഇടുക്കി SP ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും കൃത്യമായിട്ടുള്ള മൊഴി, അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന, അതിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാകുന്ന രീതിയിൽ അതിന്റെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത്, അത് കട്ടപ്പനയിലെ ഇവർ മുൻപ് താമസിച്ചിരുന്ന വീടിനോട് ചേർന്നുള്ള ഒരു തൊഴുത്തിലാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് പരിശോധനയ്ക്കായി ഇന്ന് തന്നെ പോകും. ഈ വെളിച്ചം മറയുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് നമുക്കറിയാനും കഴിയുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ 2 കൊലപാതകങ്ങളുടെ ചുരുളാണ് ഇപ്പോൾ എന്തായാലും അഴിഞ്ഞിരിക്കുന്നത്. അത് പോലീസിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പലതും പുറത്തു വന്നത്. എന്തായാലും പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടൽ തന്നെയാണ് ഇങ്ങനെ 2 കൊലപാതകങ്ങളുടെ തെളിവുകൾ കണ്ടെത്താനും അതിന്റെ ചുരുളഴിക്കാനും കഴിഞ്ഞത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാർച്ച് 2-ാം തീയതി മോഷണ കേസുമായി ബന്ധപ്പെട്ട് 2 യുവാക്കളെ പോലീസ് പിടികൂടുന്നു. അവരുടെ തൊണ്ടി മുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരയുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക്, കാഞ്ചിയാറിലെ ഈ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുന്നു. കട്ടപ്പന SIയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നു. പിന്നീട് അവർക്ക് തോന്നിയ സംശയമാണ് ഈ 2 കൊലപാതകങ്ങൾ നടന്നതായി വ്യക്തമാവുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ഈ വീടിന്റെ മുറി കുഴിച്ചു പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കൃത്യമായി കിട്ടുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണമായി അറിയാൻ കഴിയുന്നത്, ഈ കൊല്ലപ്പെട്ട വിജയൻ പ്രായാധിക്യം കൊണ്ട് ജോലിക്ക് പോകാൻ കഴിയുന്ന ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഈ നിതീഷും പിന്നെ വിജയനും തമ്മിലുണ്ടായിരുന്നു. ഒരു ദിവസം, ആഗസ്റ്റ് മാസത്തിലെ ഒരു ദിവസം ഇങ്ങനെ തർക്കമുണ്ടാവുകയും വീട്ടിലെത്തിയ നിതീഷ് ഈ വിജയന്റെ കോളറിൽ പിടിച്ച് വലിച്ച് താഴെ ഇട്ടതിന് ശേഷം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി, ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന്, അല്ലെങ്കിൽ പ്രതി ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിജയന്റെ ഭാര്യയ്ക്കോ മകൾക്കോ അറിവുണ്ടായിരുന്നില്ല, കൊലപാതകം നടന്നതൊന്നും അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അതത്ര വിശ്വസനീയമാണെന്ന് കരുതുന്നില്ല. പോലീസ് അത് വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. ഈ കൊലപാതകം നടത്തിയത് താനും, അതായത് നിതീഷും വിഷ്ണുവും തന്നെയാണ്. അവർ 2 പേരും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കുഴിയെടുത്തതും അതിനകത്തിട്ടതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 2 സ്ത്രീകളും അറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു മൊഴി പോലീസിനോട് പറഞ്ഞതായി അറിയുന്നു. പക്ഷേ അത് ഒരു തരത്തിലും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. 2016 കാര്യത്തിലേക്ക് കൂടി പോവുകയാണെങ്കിൽ അവിടെയും ഒരു വിശ്വാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനാചാരത്തിന്റെ പേരിലുള്ള കൊലപാതകമാണോ നടന്നത് എന്നൊരു സംശയം നിലയിൽ നിൽക്കുന്നത്. ഈ അച്ഛനെ കൊല്ലാൻ വിഷ്ണു ഈ ചേർത്ത് നിർത്തുന്ന നിതീഷ്, ആ നിതീഷ് എങ്ങനെ ആ കുടുംബത്തിലേക്ക് എത്തുന്നു? നിതീഷ് എങ്ങനെ ആ കുടുംബത്തിന്റെ വിശ്വാസം ആർജിച്ചെടുക്കുന്നു എന്ന ചോദ്യം പ്രസക്തമല്ല. നിതീഷ് ഈ കുടുംബത്തോട് എങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നു?
സുഹേൽ 2016 ഒരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് നാട്ടുകാരുമായിട്ടും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില പൂജകളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് നിതീഷ് പൂജാരി ആയിരുന്നു. ഇപ്പോൾ ഈ ഫോറൻസിക്കിൻ്റെ ആളുകളാണ് ഈ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. അവരുടെ നടപടികൾ ഏറെക്കുറെ പൂർത്തിയായതാണ്. ഇനി അടുത്തത് പോസ്റ്റ്മോർട്ടം നടപടികളാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഏറെക്കുറെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാൻ കഴിയുന്നു. പോസ്റ്റ്മോർട്ടം നടപടി ഒരുപക്ഷെ ഇവിടെ തന്നെ വെച്ചുണ്ടായേക്കാം എന്നുള്ളൊരു സൂചന പോലീസ് നൽകിയിട്ടുമുണ്ട്. അതല്ല എങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ ബന്ധത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനമായും കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ തറ കുഴിച്ചപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇരട്ടക്കൊലപാതകത്തിൽ കൂടുതൽ വ്യക്തത വരുന്നു. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. അതിനോടൊപ്പം നവജാത ശിശുവിനെ കുഴിച്ചിട്ടെന്ന് പറയുന്നിടത്തും പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ, തുടരാം. സുഹൈൽ, ഈ നിതീഷ് പൂജകൾ ചെയ്തിരുന്ന ഒരാളാണ്. ഈ വീട്ടിൽ പൂജയുമായി ബന്ധപ്പെട്ട് എത്തിയതാണ്. അങ്ങനെയാണ് ഈ കുടുംബവുമായിട്ട് പരിചയമാകുന്നത്. പിന്നീട് അവർ തമ്മിൽ ഇത്രയും വർഷത്തെ പരിചയമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഇതിനിടയിൽ ഈ കൊല്ലപ്പെട്ട വിജയന്റെ മകളും നിതീഷും തമ്മിൽ അടുപ്പത്തിലാകുന്നു. അവർക്കൊരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിച്ച കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാകുമെന്ന് ഭയന്നുകൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൊലപാതകത്തിന് കൂട്ടുനിന്നത് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന വിജയനും അതുപോലെ തന്നെ വിഷ്ണുവും ചേർന്നുകൊണ്ടാണ്. വിജയനാണ് ഈ കുട്ടിയുടെ കാലിൽ പിടിച്ചത്. അതിനുശേഷം നിതീഷാണ് കുട്ടിയെ തുണി കൊണ്ട് വാ മൂടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ശരി, രാഹുലാണ് വിശദാംശങ്ങൾ നൽകിയത്. കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിലെ ദുരൂഹതകൾ ഓരോന്നായി കെട്ടഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകാൻ